നടൻ ലാൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ലാൽ, മലയാള സിനിമയ്ക്ക്, കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തിന് നികത്താൻ കഴിയാത്തൊരു നഷ്ടമാണ് സംഭവിച്ച സലീംകുമാറിന്റെ ഈ വിടവാങ്ങലിലൂടെ എങ്ങനെ സ്മരിക്കുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്വന്തം സഹോദരൻ, എൻ്റെ ഒരു അനുജൻ വിട്ടുപോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ മരണ സമയത്തൊക്കെ ഞാനവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്കവിടെ നിൽക്കാൻ, എനിക്ക് കരച്ചിലടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് അത്രയ്ക്ക് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്ന പോലെ ഒന്നും ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് തിരിച്ച് ഞാൻ സലീമിൻ്റെ വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്. അതൊരു പ്രത്യേക ബന്ധമായിരുന്നു. അതാ, ഒരു നല്ല സുഹൃത്തും നഷ്ടപ്പെട്ടു. ഒരു നല്ല കലാകാരൻ ഹാസ്യ നടൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര അക്രമമാണ് ശരിക്കും സലീമിനെ സംബന്ധിച്ചും. സലീം ഹാസ്യം അതിമനോഹരമായി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും സലീം ഒരു ഹാസ്യ നടൻ എന്നല്ല, ഒരു അതുല്യനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് നടൻ തന്നെയായിരുന്നു. സലീമിനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല നടൻ എന്നുള്ള നിലയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അത് ശരിക്ക് നമ്മുടെയൊക്കെ നഷ്ടം തന്നെയാണ്. അതിനൊക്കെ ഒരു ചെറിയ കുറ്റബോധവുമുണ്ട്. തമാശ റോളുകൾ ഒരുപാട് അദ്ദേഹം ചെയ്തിരുന്ന എൻ്റെ ഒരുപാട് പടങ്ങളിൽ, എൻ്റെ മിക്കവാറും പടങ്ങളിൽ, കാശിപൂട്ടം പോലുള്ള മിക്കവാറും പടങ്ങളിൽ, കല്യാണരാമൻ, വൺ മാൻ ഷോ, അങ്ങനെ ഒരുപാട് പടങ്ങളിൽ, പുലിവാൽ കല്യാണം, പിന്നെ ബെസ്റ്റ് ആക്ടർ, അങ്ങനെ ഒരുപാട് പടങ്ങളിൽ എന്നും നമ്മുടെ ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. നമ്മൾ കഥ എഴുതാൻ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന കഥാപാത്രങ്ങളെക്കാൾ നമുക്ക് സലീം കയറി വരും. സലീം ഒരു കഥാപാത്രമാകാൻ തയ്യാറായി. ഞാനേത് കഥാപാത്രമാണ് ആകേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു നടനാണ്. ശ്രീലാൽ, അത്രയും താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ തെങ്കാശിപ്പട്ടണം ഒക്കെ പറയുന്ന പടം ഒരുപക്ഷെ അതൊരു ബ്രേക്കാണ്, ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഒരു പടമാണ് സലീംകുമാറിന്റെ അതെ ജീവിതത്തിൽ. അതെ പിന്നീട് അതെ ഇങ്ങോട്ട് അതെ അഭിനയിച്ച ഒരുപാട് സിനിമകൾ, അതിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു പോകുന്നൊരു നേരം കൂടിയാണിത്. 56-ാം അതെ. വയസ്സിലെ ഈ ഒരു മടക്കം, അത് ഉം, ഉം. ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഉൾക്കൊള്ളാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടിട്ടാണ്. പിന്നെ അദ്ദേഹം ചെയ്യാൻ ഒരുപാട് അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതകാലത്തിൽ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കുട്ടികൾക്ക് അവരുടെയൊക്കെ കാലങ്ങളോളം സലീമിനെ കണ്ടാൽ ചിരിക്കും, സലീമിന്റെ പെർഫോമൻസ് കണ്ടാൽ ചിരിക്കും. അതുപോലെ സലീമിന്റെ പെർഫോമൻസ് കണ്ട കരയും. ആദാമിന്റെ പൂ എന്നൊക്കെ പറയുന്ന സിനിമയിലെ പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു കഥ ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വദിക്കുന്ന ഒരാൾക്ക് അത് കണ്ടു കണ്ടിരിക്കാൻ പറ്റില്ല. അത് ആ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അതിനപ്പുറത്ത് ആര് ആ കഥാപാത്രം ചെയ്യാനായിട്ട് വേറെ ആരെന്ന് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ലോകത്തൊരാളെ കണ്ടെത്താൻ പറ്റുന്നു. അത്രയ്ക്ക് കൃത്യമായിട്ടാണ് അതിനകത്ത് സലീം അവതരിപ്പിച്ചിട്ടുള്ളത്, അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ളത്. വലിയ നഷ്ടമാണ്. നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത്രയും അടുത്തറിയുന്ന നഷ്ടപ്പെട്ടു. ആൾ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ അനാരോഗ്യം അദ്ദേഹത്തെ ഉം. വല്ലാതെ അലട്ടിയിരുന്നു. ഉം. പൊതുയിടങ്ങളിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. എങ്കിൽ കൂടി വളരെ അവശനായിട്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലും ഫോട്ടോകളിലൊക്കെ അദ്ദേഹത്തെ കണ്ടത്. ഈ തൻ്റെ ഉം. ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഉം. ഉം. ആരോഗ്യമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഉപദേശിക്കാനായിട്ട് ഞാൻ ആളല്ല. ഞാൻ അങ്ങനെ ഒരു ഉപദേശിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറഞ്ഞ ഇതൊക്കെ സലീമിന് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. പലരും വന്നിട്ട് പറയും ഇങ്ങനെ മദ്യപിക്കരുതിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ സിഗരറ്റ് വലിക്കരുതിട്ടോ എന്നൊക്കെ പറയുമോ. അപ്പൊ എന്നോടും പറയാറുണ്ട് പലപ്പോഴും സിഗരറ്റ് വലിയുടെ കാര്യത്തിലൊക്കെ. പക്ഷെ അതൊന്നും ഉപദേശിച്ച് മാറ്റണമായിരുന്നില്ല. അവനവൻ തീരുമാനിക്കുന്ന ഒരു സമയത്ത് അത് നിർത്തേണ്ടതാണ്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് ചന്തു ഒക്കെ ഉണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു. മകനായിട്ട് സംസാരിച്ചപ്പോൾ അടുത്ത കാലത്ത് സിഗരറ്റ് വലി നിർത്തി. അതിനുശേഷമാണ് പിന്നെ ന്യൂമോണിയൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ശരീരം അതൊക്കെ ആയിട്ട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിച്ചു പോയി കഴിഞ്ഞാല് ഒരു പരിധിക്കപ്പുറം പെട്ടെന്നുള്ള ഇതൊക്കെ അവസാനിപ്പിക്കുന്നതും ഭയങ്കര കുഴപ്പത്തിലേക്ക് പോകും എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെയാണെന്നുകൊണ്ട് അങ്ങോട്ട് തളർത്തിക്കളഞ്ഞത്. പിന്നെ അയാളുടെ നടൻ എന്ന് പറയുന്ന അയാൾക്ക് പെർഫോം ചെയ്യാനുള്ള ആരോഗ്യം അനുവദിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷമാണ് പുള്ളി സിനിമയിൽ നിന്നൊക്കെ കുറച്ച് വിട്ടുനിന്നത്. അപ്പോ ഈ ഒരു നടൻ എന്നുള്ളതിലുള്ള നഷ്ടം ഇപ്പൊ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കുറെ ആരോഗ്യം നഷ്ടപ്പെട്ട സമയത്ത് തന്നെ നമുക്ക് ആ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുഹൃത്ത്, ഒരു നല്ല എന്റെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു മെമ്പറാണ്, അല്ലാതെ ഒരു ഗസ്റ്റ് അല്ല സലീം. ഞാൻ അതെ. സലീമിന്റെ വീട്ടിൽ ചെന്നാലും അവിടെ ഒരു ഗസ്റ്റ് അല്ല. അയ്യോ ലാലായിട്ട് ഒന്ന് ചായ കൊടുക്കൂ എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. അത് ചായ വന്നോ, അല്ലെങ്കിൽ നമ്മൾ പോയി ചായ എടുത്ത് കുടിക്കും. അതിവിടെ അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ
എന്റെ ഫാദർ മരിക്കുന്ന സമയത്തൊക്കെ എന്റെ ഫാദർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്നത്, അന്ന് എന്റെ ഫാദർ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടക്കുക, മരണത്തിനോട് അടുത്ത് നിൽക്കുന്നത്. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് സലീമും പുള്ളിയും കൂടി നിന്നിട്ട് ഹാപ്പി ആയിട്ട് ഒരു കുപ്പിയും വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. എന്റെ ഫാദർ മുഖത്ത് നിന്ന് മാസ്ക് മാറ്റിയിട്ട് ഈ മദ്യം കഴിക്കുന്നു. വീണ്ടും എന്തോ ടച്ചിങ്സ് പോലെ വീണ്ടും മാസ്ക് വെച്ച് കിടക്കുന്നു. ഞാൻ ആദ്യം എനിക്ക് ദേഷ്യം പോലെ തോന്നി. പിന്നെ എനിക്ക് തോന്നി അത് തന്നെയല്ലേ ശരി. സലീമും പറഞ്ഞു അതാണ് ശരി, ഹാപ്പി ആയിട്ടിരിക്കട്ടെ, മരിക്കുന്നവർ സന്തോഷമായിട്ടിരിക്കണം, അല്ലാതെ കുറെ ദുഃഖിച്ചും വിഷമിച്ചും ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ച് രോഗിയായി കിടന്ന് ഒരു വർഷം കൂടി കിടന്ന് മരിക്കുന്നത് എന്തിനാ? അതിനേക്കാൾ നല്ലത് എത്രയും നേരത്തെ പോകുന്നതല്ലേ. സന്തോഷമായിട്ട് തന്നെ മരിക്കുക എന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ലിവർ മാറ്റി വെക്കുന്ന അവസ്ഥയൊക്കെ വന്നിട്ടും പലപ്പോഴും പുള്ളി അത്യാവശ്യം കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എന്താണെങ്കിലും സലീം സന്തോഷവാനായി തന്നെ പോയത്. അവസാനം കാണുമ്പോഴും സലീം സന്തോഷവാനായിരുന്നു. ശ്രീലാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ വലിയൊരു സൗഹൃദ വലയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങൊപ്പം പൊതുദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനമൊക്കെ ആയി, അങ്ങനെ അത്തരം വിവരങ്ങളുണ്ടോ? ഞാൻ മരണപ്പെട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നു. എനിക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ആൻഡോ ജോസഫൊക്കെ ഉണ്ട്. അപ്പൊ ആൻഡോയൊക്കെ പറഞ്ഞതായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അപ്പോ നാളത്തെ കാര്യങ്ങളെ പറ്റി എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണകൾ കിട്ടിയിട്ടില്ല. ശരി, നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നടൻ ശ്രീ ലാലാണ് സലീം കുമാറിനെ ഓർത്തെടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.